MBBS കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിവിൽ സർവീസ് ആഗ്രഹിച്ചു. അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു. അക്കൗണ്ട്സ് ജനറൽ മാനേജരായിട്ട് അദ്ദേഹം സേവനം നടത്തി. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത് ഏതാണ്ട് ഒരു 5-6 വർഷക്കാലം വലിയ ശമ്പളം വാങ്ങി ജീവിച്ചു. പക്ഷെ അദ്ദേഹം അപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു. അദ്ദേഹം അന്ന് ജനസേവനത്തിൻ്റെ വഴികളാണ് ചിന്തിച്ചത്. അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റ് സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു. ഇടതുപക്ഷ മനസ്സായിരുന്നു. ആ ഇടതുപക്ഷ മനസ്സുമായി അദ്ദേഹം കടന്നുപോയി. അങ്ങനെ ആ സേവന രംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഏതാണ്ട് ഒരു 5-6 വർഷക്കാലം പ്രവർത്തിച്ച് വലിയ ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ, ഏത് രംഗത്തും പണമുണ്ടാക്കണമെങ്കിൽ പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി. അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ്. ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസും അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട്, വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ, ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള, ജനസേവന പാരമ്പര്യമുള്ള, ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ്.